മഹാകാളി സങ്കല്പം. ഭദ്രകാളി എന്നല്ല ശരിക്കും തന്ത്രസമുച്ചയത്തിലോ ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര്. ഇപ്പം ഈശ്വരഷി, ഉഷ്ണിക് ചന്ദ, ശക്തി ഭൈരവി ദേവത. ഈ കാളി സങ്കല്പത്തിൽ നിന്ന് ഭദ്രകാളി സങ്കല്പം ഉണ്ടായത് കുറച്ചു കാലത്തിന് ശേഷമാണ്. അതായത് ഐം ക്ലീം സൗ, സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന ലയങ്ങളുടെ എല്ലാ കലകളോടും കൂടിയ ഭദ്രകാളി ശിവപുത്രിയായിട്ടുള്ള ഭഗവതിയാണ്. ചോദിക്കും രണ്ടും ഒന്നല്ലേന്ന്. ചില സമയത്ത് ഭാര്യ മകളെ പോലെയാവും. അവതാര ദേവതയാണ്, കാളിയിൽ നിന്ന് അവതരിച്ച ദേവതയാണ്. ഒരു മന്ത്രോപാസന ഇല്ലാതിരിക്കുന്ന ഒരാൾ ഭദ്രകാളിയുടെ ഈ പറയുന്ന മൂലമന്ത്രം ജപിക്കുകയാണെങ്കിൽ അപ്പം അതിനെപ്പറ്റി ധാരണയില്ലാതെ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ തീ രാമ രാമ എന്ന് ജപിക്കുമ്പോൾ വില്ലും അമ്പും പിടിച്ച് സീതാസമേതനായിട്ട് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കബീർദാസ് ചോദിച്ചു ആരാണ്? പറഞ്ഞു ലോകത്തൊരു രാമനേ ഉള്ളൂ, അത് ഞാനാണ്, നീ എന്നെയാണ് എല്ലാം വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കബീർദാസിന്റെ മറുപടി, എൻ്റെ രാമന് രൂപമില്ല. മഹാകാളി സങ്കല്പം. രാജേഷ്, ഈ എല്ലാവരും ഒരു അത്യാവശ്യ സമയങ്ങളിൽ വിളിക്കുന്നത് അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഭദ്രകാളി അമ്മയെ പോയി ഭദ്രകാളി എന്നും ഭദ്രകാളി അമ്മ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാളി മഹാകാളി സങ്കല്പം എന്ന് പറയുന്നത് വളരെ കുറച്ചു പേർക്കറിയാം. പക്ഷെ എന്താണ് ഈ കാളി മഹാകാളി സങ്കല്പം? ഈ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇപ്പൊ പൊതുവേ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭദ്രകാളിയമ്മ നമ്മുടെ കൂടെ എപ്പോഴും പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാകുമെന്നാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നതും. അതിനോടനുബന്ധിച്ച് ഭദ്രകാളി സ്തോത്രം അല്ലെങ്കിൽ ഭദ്രകാളി 10 ഇങ്ങനെ പറയുന്ന പലതും വായിക്കാറുണ്ട്. ഈ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? രണ്ടും സാധാരണപ്പെട്ട ആൾക്കാർക്ക് മഹാകാളി സങ്കല്പത്തിൽ ജപിക്കാൻ പാടുണ്ടോ എന്ന് പറയാമോ? ഭദ്രകാളി എന്നല്ല ശരിക്കും തന്ത്രസമുച്ചയത്തിലോ ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര് ശക്തി ഭൈരവി എന്നാണ്. അപ്പം ഈശ്വരഷി, ഉഷ്ണിക് ചന്ദ, ശക്തി ഭൈരവി ദേവത എന്നാണ് ഭദ്രകാളിയുടെ മൂലമന്ത്രം തുടങ്ങുന്നതിന് മുമ്പുള്ള ഋഷി ഛന്ദസ് ദേവതാന്യാസം. എന്തുകൊണ്ടാണ് ശക്തി ഭൈരവി എന്ന് പറയുന്നതും ഭദ്രകാളി എന്നുള്ള പേര് വരാനും ഉള്ള കാരണം, കാളി സങ്കല്പം എന്ന് പറഞ്ഞാൽ സംഹാരണിയായിട്ടുള്ള ഈശ്വരിയാണ്. അതായത് മദർ ഓഫ് ഡിസ്ട്രക്ഷൻ ആണ്. അതെ, അവിടെ കൺസ്ട്രക്ഷനോ റിസർവേഷനോ ഒന്നുമല്ല. അതായത് തനി സംഹാരമാണ് കാളി. കാളി രണദേവതയായിരുന്നു. ആദ്യകാലങ്ങളിലെ കൊറ്റവ എന്ന് പറയുന്നത്, കൊട്രവ അല്ലെങ്കിൽ കൊറ്റവ, ഇതെല്ലാം കാളി സങ്കല്പമാണ്. ആദിമകാലം മുതലേ ആരെങ്കിലും അമ്മയായിട്ട് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാളിയാണ്. എവിടെയെങ്കിലും സ്വയംഭൂവായിട്ടൊരു ക്ഷേത്രം ഉണ്ടായെങ്കിൽ, ദേവീ സങ്കല്പത്തിൽ ഉണ്ടായെങ്കിൽ അത് കാളിയാണ്. അതിനുശേഷമാണ് സകല ദേവതകളും വരുന്നത്. ഈ കാളി സങ്കല്പത്തിൽ നിന്ന് ഭദ്രകാളി സങ്കല്പം ഉണ്ടായത് കുറച്ചു കാലത്തിന് ശേഷമാണ്. അതായത് ഐം ക്ലീം സൗ എന്ന ബാലാബീജം കാളി മന്ത്രത്തോട് ചേർത്തിട്ടാണ് ഭദ്രകാളി മന്ത്രം ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്ക് ആശ്രയിക്കേണ്ട ദേവതയ്ക്ക് സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന ലയങ്ങളുടെ എല്ലാ കലകളോടും കൂടിയ ഒരു ദേവതയായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ ഭദ്രകാളി ദേവത ആവിർഭവിച്ചു. കാളി സങ്കല്പത്തിൽ ശരിക്കും പാർവതിയുടെ തമോ ഗുണ സ്വരൂപമാണ് കാളി. അവിടെ മഹാകാലനായിട്ടുള്ള ദേവന്റെ പത്നിയായിട്ടാണ് കാളിയെ സങ്കല്പിക്കുന്നത്. എന്നാൽ ഭദ്രകാളി ശിവപുത്രിയായിട്ടുള്ള ഭഗവതിയാണ്. ചോദിക്കും രണ്ടും ഒന്നല്ലേന്ന്. ചില സമയത്ത് ഭാര്യ മകളെ പോലെയാവും. അങ്ങനെ തോന്നും. കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു അവതാര ദേവതയാണ്, കാളിയിൽ നിന്ന് അവതരിച്ച ദേവതയാണ് ഭദ്രകാളി. ഭദ്രകാളിയുടെ സ്വരൂപത്തിൽ 4 കൈകളുണ്ടാവും. കാളി സ്വരൂപത്തിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, കൈകളുടെ എണ്ണവും കൂടും. ചിലപ്പോൾ 2 കൈയേ ഉള്ളൂ ശരിക്കും, വാളും വട്ടകയും. അതാണ് സങ്കല്പം. പിന്നെ മഹാകാളി സങ്കല്പം വരുമ്പോൾ 64 കൈയോട് കൂടിയിട്ട് സകല കലകളുടെയും ദേവതയായിട്ടുള്ള മഹാകാളിയെ സങ്കല്പിക്കാറുണ്ട്. മഹാകാളിക്ക് വൈദികാരാധന പദ്ധതി ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. താന്ത്രികാരാധന, അതായത് ദ്രാവിഡമായ ആരാധനാ പദ്ധതി, ശുദ്ധതന്ത്രത്തിലുള്ള ആരാധനാ പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. ബലിയോടുകൂടിയൊക്കെ ആയിരുന്നു പൂജകൾ ഉണ്ടായിരുന്നത്. വാമാചാരത്തിലുള്ള പൂജകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആ സങ്കല്പം ഉണ്ടായിരുന്നത്. കാളി ഭദ്രകാളി സങ്കല്പത്തിൽ കുറച്ചുകൂടി ആര്യമായ ഒരു പദ്ധതിയായിരുന്നു ഉള്ളത്.
കുറച്ചുകൂടി സൗമ്യമായിട്ടുള്ള ദേവതയാണ്. അവിടെ ഈ ഭദ്രം എന്ന് പറയുന്ന കലയെ കാളി എന്ന കലയോടുകൂടി ചേർത്തിട്ടാണ് ഭദ്രകാളി എന്നുള്ള സങ്കല്പം വന്നത്. അപ്പൊ കുറേയും കൂടി അഭയം കൊടുക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദേവതയാണ് അവിടെ ഭദ്രകാളിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി സാത്വികമാണ് ഭദ്രകാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ സാത്വികമാക്കി ആരാധിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഭദ്രകാളി സങ്കല്പം. മഹാകാളി സങ്കല്പം അങ്ങനെയല്ല. മഹാകാളി സങ്കല്പം വാത്സല്യമുള്ള ഭഗവതിയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഭഗവതി അതിരൗദ്രമാണ്. ഭഗവതിയുടെ അവതാര ഉദ്ദേശം തന്നെ വേറെയാണ്. ആ ഭഗവതി സ്വരൂപം വേറെയാണ്. പാർവതിയുടെ തമോ ഗുണ സ്വരൂപമാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു മന്ത്രോപാസന ഇല്ലാതിരിക്കുന്ന ഒരാൾ ഭദ്രകാളിയുടെ ഈ പറയുന്ന മൂലമന്ത്രം ജപിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പോലെ ഓരോന്നും സംഭവിക്കും എന്ന് പറയാനേ പറ്റുള്ളൂ. ആണല്ലേ? ഓക്കെ. ഇപ്പോ ഞാൻ 2 കണ്ണും കെട്ടി MG റോഡിലൂടെ വണ്ടി ഓടിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതായത് ഈ ഭദ്രകാളിയോടുള്ള ആരാധന കൂടി അമ്മയെന്ന് വിളിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ഈ മൂലമന്ത്രമൊക്കെ ജപിക്കുന്നത്? ഇത് ഓരോ ആൾക്കാരും നമുക്ക് നിരന്തരം വരുന്ന കോളാണ് രാജേഷ്. അതായത് പല ആൾക്കാരും വിളിച്ചിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയുകയും അതിലുപരി പല ജ്യോത്സ്യന്മാരെയോ പല ദൈവജ്ഞന്മാരെയോ വിളിച്ചിട്ട് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒത്തിരി കോൾസ് വരാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഭദ്രകാളി 10 സ്തോത്രം വരെയും സ്ഥിരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു പ്രേമം കൂടുന്നു, ദേവിയുള്ള ആരാധന കൂടുന്നു. അപ്പോൾ ഇവർ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയും സെർച്ച് ചെയ്തിട്ട് ഒരു മന്ത്രോപാസനയോ മന്ത്രദീക്ഷയോ ഇല്ലാതെ തന്നെ ഭദ്രകാളിയുടെ ഈ ഋഷി ഛന്ദസ്സ ദേവത ഒന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി ഈ പറയുന്ന മൂലമന്ത്രം ജപിക്കുകയും ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. നമുക്കത് വേണ്ടെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കൊരു അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. മൂലമന്ത്രം എന്ന് പറയുമ്പോൾ അതിന്റെ ശബ്ദത്തെ പറ്റിയിട്ട് അത് എവിടെ നിന്നുണ്ടാകുന്നു, അതെ, ആധാരചക്രങ്ങളിൽ എങ്ങനെ അത് സ്വാധീനിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മൂലമന്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ധാരണയില്ലാതെ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറ്റെന്താ പറയുക, അല്ലെങ്കിൽ കറണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ, ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള ഫലത്തെ ഉണ്ടാക്കും. ഭഗവതിയെ ആരാധിക്കാൻ ഇതൊന്നും മൂലമന്ത്രമോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്ത്രമോ മന്ത്രമോ ഒന്നും അറിയില്ലെങ്കിലും വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്താലും ഭഗവതി പ്രസാദിക്കും. എന്ത് ചെയ്താലും പ്രസാദിക്കും. ഭക്തിയോടുകൂടി ഭഗവതിയെ 2 പൂ ആരാധിച്ചാലും ഫോട്ടോ വെച്ചാലും ഒന്നും ചെയ്യാനില്ലെങ്കിലും നമസ്കരിച്ചാലും അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചാലും അമ്മയെന്ന് മാത്രം വിളിച്ചാലും ദേവീ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി നമസ്കരിച്ചാലും അവിടെ ഇരുന്ന് അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ആവലാദികൾ പറയുകയും ചെയ്താലും ഭഗവതി പ്രസാദിക്കും. പക്ഷേ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ബിംബങ്ങളെല്ലാം തന്നെയും ആരാധന ചിട്ടപ്പെടുത്തിയ സംവിധാനങ്ങളാണ്. ഓൾറെഡി ഇങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നതാണ്. അവിടെ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ പോലെ പോയി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഭക്തി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പൂജ കഴിക്കരുതെന്നല്ല പറയുന്നത്. നിങ്ങൾ അവനവൻ്റെ രീതിക്ക് അത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വ്യവസ്ഥയായിട്ട് ചിട്ടപ്പെടുത്തിയ ക്ഷേത്രങ്ങളിൽ ഭക്തി മാത്രമേ ഉള്ളൂ എനിക്കെന്നും പറഞ്ഞ് അവിടെ കയറി ദിവസവും നിത്യപൂജ കഴിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ സാഹചര്യം കൊണ്ട് ചെയ്യേണ്ടി വരും. അതെ അതെ. ഇപ്പോൾ ഒരു നട അടഞ്ഞു പോവുകയാണ്, അടയ്ക്കേണ്ട സാഹചര്യം വരികയാണ്, ആരുമില്ല തുറക്കാൻ, ചിലപ്പോൾ നമുക്കൊരു അവസരം വരും. അപ്പോൾ ആ അവസരത്തിൽ പോയി അങ്ങനെ ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭഗവതിക്ക് ഒരു ദോഷം അവിടെ വരാൻ പോകുന്നില്ല. പക്ഷെ അതിന് ദിവസമാക്കി കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത്. നമ്മൾ ആപത്തിൽ രക്ഷിക്കേണ്ട ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം അല്ല സാധാരണ ധർമ്മം. ഇപ്പം അമ്മയും ഞാനും കൂടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി ഇടിക്കാനായിട്ട് വരികയാണ്. എനിക്ക് അമ്മയെ വേണേൽ ചവിട്ടി നീക്കാം, ശരിയാ, സാഹചര്യം എന്ന് പറഞ്ഞ് എന്നും ചവിട്ടാമോ? ഒരിക്കലുമില്ല. നമ്മൾ ആപത്തിൽ എന്താണോ ധർമ്മം അതല്ല നമ്മൾ സാമാന്യ നിയമം. അതാദ്യം മനസ്സിലാക്കണം. അത് തന്നെയാണ് സാമാന്യ നിയമം എന്ന് ധരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായി അവനവൻ്റെ തറവാട്ടിലെ ക്ഷേത്രത്തിലോ അവനവൻ്റെ പരദേവതാ ക്ഷേത്രത്തിലോ പൂജ കഴിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ വളരെ ചുരുങ്ങിയ പദ്ധതിയിലെങ്കിലും ഉള്ള ഒരു ചെറിയ പൂജ മനസ്സിലാക്കണം. ചെറിയൊരു പൂജ, വെറുതെ ജലാന്തം പൂജിച്ച് ഒരു തുളസിപ്പൂ ഒന്ന് അഭിഷേകം ചെയ്ത് ഒരു തുളസിപ്പൂ ചൂടിച്ച് ജലാന്തം പൂജിച്ച് ചെറിയതായിട്ടൊരു നിവേദ്യം ഉണ്ടാക്കി സമർപ്പിച്ച് നിവേദിച്ചതിന് ശേഷം ഒരു ദീപാരാധന നടത്താനുള്ള ഒരു മിനിമം അറിവ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഒരു കുഴപ്പവും വരാൻ പോണില്ല. ഒരാളെ കണ്ടാൽ ഒരു 4-5 ദിവസത്തെ ചെറിയൊരു പരിശീലനം കൊണ്ട് കഴിക്കാനുള്ളതേ ഉള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു വലിയ പൂജയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ഒരു ഉപാസകനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂടിയിട്ട് ഒരു ദേവതയെ അദ്ദേഹത്തിൻ്റെ വിഗ്രഹം കൂടി ഏൽപ്പിക്കുകയാണ്. മേ ബി അദ്ദേഹം പൂജ കഴിക്കുന്ന ശ്രീചക്രം എനിക്ക് തന്നു, ഭദ്രകാളിയാണ് അല്ലെ ഭഗവതിയാണെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു, നാളെ തൊട്ട് നീ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ചോദിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതെ. അപ്പോൾ അദ്ദേഹം പറയാണ്, വെറുതെ വെള്ളം ഒഴിച്ച് ഒരു തുളസിപ്പൂ
ചൂടിച്ചിട്ട് നീ ഒരു നിവേദ്യം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെങ്കിൽ മതി. പക്ഷെ ആ ഒരു വിദ്യ കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂജ കഴിച്ച് കളയാം എന്ന് ധരിക്കരുത്. അത് അവിടുത്തെ ധർമ്മമല്ല. അവിടെ പൂജയ്ക്ക് വ്യവസ്ഥയുണ്ട്. ശീവേലിയുള്ള സ്ഥലങ്ങളിൽ ശീവേലിക്ക് വ്യവസ്ഥയുണ്ട്. ശ്രീഭൂതബലി മാസം തോറുള്ളത് അതിനുള്ള വ്യവസ്ഥയുണ്ട്. ഉത്സവബലിയുള്ള സ്ഥലത്ത് അതിനുള്ള വ്യവസ്ഥയും മന്ത്രങ്ങളുമുണ്ട്. അതനുസരിച്ച് തന്നെ പാലിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഒരു ഇത്ര ഒരു കണ്ടിജൻസിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം നമ്മൾ സാമാന്യ നിയമമാക്കി മാറ്റാൻ പാടില്ല. മനസ്സിലായി. പക്ഷേ വളരെ വലിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അതായത് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ തന്നെയും വളരെ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന സമയത്ത് ഈ ഓം നമ ശിവായ ജപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓം നമ ശിവായ എന്ന് ജപിക്കുന്നവരുണ്ട്, ഓം നമ ശിവായ എന്ന് ജപിക്കുന്നവരുണ്ട്. അപ്പം അറിഞ്ഞും അറിയാതെയും ജപിക്കുന്നവരുണ്ട്. ഈ ഓം നമ ശിവായ ജപിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഈ ഋഷി ഛന്ദസ്സ ദേവത ഒന്നും ചെയ്യാതെ ജപിക്കുന്ന സാധാരണ ആൾക്കാരില്ല. അപ്പം അവർക്ക് ഈ ഫലങ്ങൾ കിട്ടുമോ? അതെല്ലാം മഹാദേവൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളാരും ഫലത്തെ കൊടുക്കാൻ ശേഷിയുള്ളവരോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഋഷി പരമ്പരകൾ തന്ന ഉപദേശത്തെ കൈമാറാൻ മാത്രമാണ്. വൈൽഡ് കാർഡ് എൻട്രി എല്ലാം മഹാദേവന്റെ കയ്യിലാണ്. ഇത് ചോദിക്കാനുള്ള കാരണം ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഏകദേശം 63ഓളം രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാരും എന്നെ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മഹാദേവന്റെ പ്രസൻസ്, അതായത് ഈ ക്രിയായോഗയുടെ ഇത്ര ലെവലിൽ എത്തുന്ന ആൾക്കാർ പോലും ഈ പറയുന്ന ദശനാദങ്ങളിലേക്ക് എത്തുമ്പോൾ പുല്ലാങ്കുഴല് അല്ലെങ്കിൽ ഈ തണ്ടറിങ്ങിൻ്റെ സൗണ്ട്, ഈ ശംഖിൻ്റെ സൗണ്ട്, പല ദശനാദങ്ങളിലേക്ക് എത്താൻ 10 നാദങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ആ ഗുരു അക്സെപ്റ്റ് ചെയ്യുന്നത്. 9 നാദം എത്തിയാൽ പോലും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഈ ബാക്കിയും കൂടെ ചെയ്ത് വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ വളരെ പെട്ടെന്ന് നാദങ്ങൾ കേൾക്കുകയും മഹാദേവന്റെ പല പ്രസൻസ് എന്ന് പറഞ്ഞാൽ പല ഇൻഡിക്കേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഡമരു കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ശിവലിംഗം കാണാൻ പറ്റുന്നുണ്ട്, മഹാദേവന്റെ വിഷ്വൽസ് കാണുന്ന എന്നെ വിളിക്കുന്ന നിരവധി ആൾക്കാർ, ഇന്നിപ്പം കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഏറ്റവും ഒരാഴ്ചയിൽ മിനിമം 5 പേര് മഹാദേവന്റെ പല പ്രസൻസ് കാണുന്ന എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഭദ്രകാളി അമ്മയെ കണ്ടു എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ച ആൾക്കാർ വരെയുണ്ട്. ഞാൻ ഓടി ഇപ്പോൾ ഏറ്റുമാനെത്തി എന്ന് പറഞ്ഞ് വിളിച്ച ആൾക്കാരുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ട ചേട്ടാ? ഞാൻ പറഞ്ഞു ഏറ്റുമാൻ അമ്പലത്തിൽ പോകുന്നു. വേറൊന്നും പറയാനില്ല. അവിടെ ഏറ്റുമാനൊരപ്പനുണ്ട്. ഭദ്രകാളി അമ്മയുടെ പ്രസൻസ് കാണുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുമോ സാധാരണ വ്യക്തിക്ക്? ഈ പറയുന്ന ഇല്യൂഷൻസ് ആണോ മഹാദേവന്റെ ശക്തി, അല്ലെങ്കിൽ ഈ പറയുന്ന ഭദ്രകാളി അമ്മയുടെ ശക്തി നമുക്ക് എന്താണെന്ന് വളരെ വ്യക്തമാണ്. അതിനേക്കാളപ്പുറം ഇങ്ങനെ കാണുന്ന ആൾക്കാർ, അതായത് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മഹാദേവൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറയും ഇല്യൂഷൻ ആണോ എന്ന് ചോദിക്കും. വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇല്യൂഷൻ ആണോ അല്ലേ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു രൂപത്തെ അല്ലെങ്കിൽ ഇത്രയും ചൈതന്യത്തെ സാധാരണപ്പെട്ടൊരു വ്യക്തിക്ക് കാണാൻ അദ്ദേഹത്തിന്റെ ഈ ശരീര ഊർജത്തിന് പറ്റുമോ? ഞാനൊരു ചെറിയ കഥ പറയാം. കബീർദാസ്, അതെ, കേട്ടിട്ടുണ്ടല്ലോ. അതെ. രാമ 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 എപ്പോഴും. അതെ. കബീർ കെ ദോഹ എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആണ്. ആ ഗുരു ഗോവിന്ദ് ഖഡേ, ആരുടെ കാലിൽ ആദ്യം തൊടണം. ഗോവിന്ദനെ തന്നത് ഗുരുവായതുകൊണ്ട് ഗുരുവിന്റെ കാലിൽ തന്നെ ആദ്യം തൊടണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന കബീർ കെ ദോഹ എഴുതിയ കബീർദാസ്. അദ്ദേഹത്തിന്റെ മരണത്തിന്, അത് സമാധിക്ക് ഒരു ദിവസം മുമ്പ് രാമ രാമ എന്ന് ജപിക്കുമ്പോൾ വില്ലും അമ്പും പിടിച്ച് സീതാസമേതനായിട്ട് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ കബീർദാസ് ചോദിച്ചു, ആരാണ്? പറഞ്ഞു, ലോകത്തൊരു രാമനേ ഉള്ളൂ, അത് ഞാനാണ്. നീ എന്നെയാണ് എല്ലാം വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കബീർദാസിന്റെ മറുപടി, എൻ്റെ രാമന് രൂപമില്ല, നീ മായയാണെന്നാണ് പറഞ്ഞത്. ആ മറുപടി കിട്ടിയപ്പം രാമൻ മറഞ്ഞു, മായായിരുന്നു. അപ്പം മായ എന്ന് പറയുന്നത് മോക്ഷത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള പിടുത്താണ്. മായ ഭ്രമിപ്പിക്കും, ഭീതിപ്പെടുത്തും, പ്രലോഭിപ്പിക്കും, പലതും കാണിക്കും, വശീകരിക്കും. ഇതൊക്കെ മായയുടെ പണിയാണ്. അപ്പം മായ യുക്തന്മാരായി പോയ ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ചാൽ അതിൽ നല്ല ക്വാളിറ്റിയുള്ള വിഷമേത്, മോശം ക്വാളിറ്റിയുള്ള വിഷമേത്, സ്വാദുള്ള വിഷമേത്, സ്വാദില്ലാത്ത വിഷമേതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഏത് കഴിച്ചാലും ഓടാം. നന്നായിട്ട് കണ്ടു, ശരിക്കും നന്നായി കണ്ടു എന്നുള്ള ഒരു ചികിത്സ തന്നെ എടുക്കണം. കാണാൻ പാടില്ല, ആണല്ലേ? കാണാൻ പാടില്ല. നമുക്ക് ഒരു തരത്തിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, ഈ ദേവതാ സങ്കല്പങ്ങൾ
ഒരാൾ എന്നോട് പറഞ്ഞു, നേരത്തെ തന്നെ ഭഗവതി ചുവന്ന സാരി ഉടുത്തു കണ്ടു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചുവന്ന സാരി ഉടുത്തു കണ്ടു. ഞാൻ പറഞ്ഞു വിടും, അപ്പൊ അത് രാജാരവിവർമ്മയ്ക്ക് ശേഷം വന്ന ഭഗവതിയാണ്. കാരണം അദ്ദേഹമാണ് ഈ സാരിയെ ഇത്രയും പോപ്പുലർ ആക്കിയത്. അതെ, വലിയ പ്രായമില്ലാത്ത 100-300 വർഷം മാത്രം പഴക്കമുള്ള എന്തോ ഭഗവതി. അപ്പൊ അതിനു മുമ്പ് ചോറ്റാനിക്കരമ്മയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സാരിയൊന്നുമില്ല, വേഷം നോക്കി എങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മളാണ് ആരോപിക്കുന്നത് അങ്ങോട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം പക്ഷെ ദേവതകളുടെ നിറങ്ങളെ നമുക്ക് പറയാം. അപ്പം ചൊവ്വയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചുവപ്പ് നിറത്തിലെ വിഷ്വലൈസേഷൻ ഉണ്ടാവുള്ളൂ. ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വെളുത്ത നിറത്തിലും, ശുക്രനായി ബന്ധപ്പെട്ടതും വെളുത്ത നിറത്തിലും. അതുകൊണ്ടാണ് ഈ യക്ഷിക്കൊക്കെ വെള്ള നിറം പറയുന്നത്. ശുക്രൻ ഇത് സ്വർണ്ണ നിറത്തിലായിരിക്കും വിഷ്ണുവുമായി ബന്ധപ്പെട്ട എന്തും വിഷ്വലൈസ് ചെയ്യുന്നത്. എന്ത് വിഷ്വലൈസേഷൻ ഉണ്ടായാലും, വിഷ്വലൈസേഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, വിഷ്വലൈസേഷൻ മായ മാത്രമാണ്. മായാമുക്തനാവാനാണ് ശ്രമിക്കേണ്ടത്. പണ്ട് ചട്ടമ്പിസ്വാമികളുടെ അടുത്ത് നീലകണ്ഠ തീർത്ഥഭാദർ വന്നിട്ട് ചോദിക്കുന്നത്, അദ്ദേഹം വിഷമുക്തി വരുത്തുന്ന ആളാണ്. അപ്പം വിഷമുക്തിയുടെ ഒരു മന്ത്രം പറഞ്ഞു തരാനാണ് ചെല്ലുന്നത്. അപ്പം സ്വാമിയാർ പറഞ്ഞത്, വിഷമുക്തി വരുത്തലൊക്കെ എളുപ്പമല്ലേ പിള്ളേ, മായാമുക്തി വരുത്തലല്ലേ ബുദ്ധിമുട്ടെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യനായിട്ട് കൂടുകയും പിന്നെ സമാധിയാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ മായാമുക്തി വരുത്താനായിട്ടാണ് നമ്മൾ സാധന അനുഷ്ഠിക്കുന്നത്. അപ്പൊ മായയിൽ മുങ്ങിപ്പോയവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പറയും നമ്മൾ? ഒരു തരത്തിൽ എല്ലാ തരത്തിലുള്ള ദേവതാ ദർശനങ്ങളും നേതി 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 എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതാണ്. അതിൽ മുഴുകിപ്പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് മായാദർശനങ്ങൾ നമ്മളെ ഭ്രമിപ്പിക്കും. ഞാൻ അനവധി തവണ ഭ്രമിച്ചിട്ടുണ്ട്, അനവധി തവണ.